ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രയുടെയും വിഷ്ണുവിൻ്റെയും ഓഫീസ് ഉദ്ഘാടനത്തിന് എല്ലാവരും എത്തുകയാണ്. ദേവികയും സിദ്ധുവും തങ്കച്ചിയും ശരത്തുമൊക്കെ. അങ്ങനെ തങ്കച്ചി ചന്ദ്രയോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാണാവോ ആ സിദ്ധുവും ദേവികയും ഇവിടേക്ക് വന്നത്? നിങ്ങൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ചന്ദ്ര പറയണ, ആ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു തങ്കച്ചി. എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അവർ കാണണം, അതിനു വേണ്ടിയാണ്. ഓ അതാണോ കാര്യം എന്ന് തങ്കച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയണ, എന്തിനാണ് അവരെ ഇവിടേക്ക് ക്ഷണിച്ചത്? അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ശരത്? അവർ രണ്ടുപേരും കുരുട്ടു ബുദ്ധിയുള്ളവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നടന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? ഒരു 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയായ നിത്യ ആ കൃത്യസമയത്ത് തന്നെ പോലീസ് വന്നത് കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു ചെറിയ പേടി വരികയാണ്. അല്ല വിഷ്ണു, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അപ്പോൾ വിഷ്ണു പറയണ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കും. അല്ല, ഇനി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നടത്താം. അപ്പോൾ ചന്ദ്ര പറയണേ, അല്ല ഒരാൾ കൂടി വരാനുണ്ട്. അപ്പോൾ തങ്കച്ചി, ആരാണത്? ജയശങ്കർ സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശങ്കറോ? ഒരിക്കലും വരില്ല. അങ്ങേര് ഇങ്ങനെയുള്ള പരിപാടിക്ക് വരില്ല. അങ്ങേർക്ക് മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമല്ല. അത് മരുമകനായാലും ശരി, മകളായാലും ശരി, അതുകൊണ്ട് അയാൾ വരില്ല. അപ്പോൾ ചന്ദ്ര പറയും, എങ്കിൽ ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉദ്ഘാടനം നടത്താം. അങ്ങനെ ജയശങ്കറിൻ്റെ ചന്ദ്ര വിളിക്കുകയാണ്. അപ്പോൾ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തങ്കച്ചി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ വരുന്നില്ലത്രേ. എങ്കിൽ നമുക്ക് ഉദ്ഘാടനം നടത്തിയാലോ? അങ്ങനെ അവർ 4 പേരും കൂടി ഉദ്ഘാടനം നടത്താൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വിളിച്ച കുറച്ച് പേര് കൂടി അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് തങ്കച്ചി പറയണ, ഉദ്ഘാടനം നടത്തുന്നതിൻ്റെ മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് നേരം പ്രസംഗിക്കുകയാണ്. ചന്ദ്രയെക്കുറിച്ചുള്ള പുകഴ്ത്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് കാലമായി ചന്ദ്ര വക്കീലിനെ അറിയാം. നല്ല മിടുക്കിയായ വക്കീലാണ്. പക്ഷേ ഇതുവരെയും സ്വന്തം ഭർത്താവ് ഇതുവരെയും സപ്പോർട്ടായിട്ട് ഒന്നും സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. അത് ഭാര്യ മിടുക്കിയായ ഒരു വക്കീലാണ് എന്നുള്ള അസൂയ കൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സിദ്ധുവിനെ എല്ലാവർക്കും മുന്നിൽ കുറച്ച് മോശക്കാരനായിട്ടാണ് തങ്കച്ചി സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ദേവികയ്ക്കും സിദ്ധുവിനും ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. തങ്കച്ചി പറയണേ, ചന്ദ്രയുടെ മിടുക്കിനനുസരിച്ച് അവരെ സഹായിക്കാൻ വിഷ്ണുവിനെ പോലെ ഒരാളെത്തി. അതാണ് ചന്ദ്രയുടെ വിജയത്തിന് തുടക്കം കുറിക്കുന്നത്. എനിക്കിനി എല്ലാവർക്കും മുന്നിൽ പറയാനുള്ളത്, ഇനി മുതൽ എൻ്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ഇനി ഇവർ രണ്ടുപേരുമായിരിക്കും. അത് കേട്ടപ്പോൾ വിഷ്ണുവിനും ചന്ദ്രയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്ട്. അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരികയാണ്. പോലീസിനെ കണ്ടതോടുകൂടി തങ്കച്ചിയും വിഷ്ണുവും ചന്ദ്രയൊക്കെ ഞെട്ടിപ്പോവാണ്. ദേവികയും സിദ്ധുവും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ തങ്കച്ചി ശരത്തിനെ തന്നെ നോക്കുകയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ ആവുന്നുണ്ടല്ലോ. നിന്റെ കല്യാണത്തിന് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ഉദ്ഘാടനത്തിൻ്റെ മുന്നേ പോലീസ് വന്നു. എന്നിട്ട് ചന്ദ്ര വെപ്രാളം പിടിച്ചുകൊണ്ട് പോലീസിനോട് ചോദിക്കുകയാണ്, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, ഇവനാണോ വിഷ്ണു? അതെ സാർ, എന്താ പ്രശ്നം? അപ്പോൾ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, നീ വക്കീലാണോ? അപ്പോൾ വിഷ്ണു പതർച്ചയോട് കൂടി പറയണം, ആ അതെ വക്കീലാണ്. എന്നിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? അപ്പോൾ വിഷ്ണു പതർച്ചയോട് കൂടി പറയണം, അത് പിന്നെ സാർ വീട്ടിലാണ് എന്ന് പറഞ്ഞത് കേട്ടതോടുകൂടി പോലീസ് വിഷ്ണുവിൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുകയാണ്. നീ നുണ പറയുന്നോടാ, എത്ര കാലമായിടാ നീ എല്ലാവരെയും പറ്റിക്കൽ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട്? അത് കേട്ടപ്പോൾ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോണ്. തട്ടിപ്പോ? എന്താ സാറേ പറയുന്നത്? അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ? ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നില്ല. എന്താ സാർ, എന്താണ് പ്രശ്നം എന്ന് ചന്ദ്രയും തങ്കച്ചിയും ചോദിക്കാണ്. ഞാൻ ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് വിഷ്ണുവോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയണേ, വെറുതെ സാറേ, ആരെങ്കിലും എന്തെങ്കിലും പരാതി തന്നു എന്ന് കരുതി എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. നിന്നെ തെറ്റിദ്ധരിക്കുക. അങ്ങനെ ഒരു പരാതി തന്നാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ പോലീസ് അങ്ങനെ പെട്ടെന്നൊന്നും ചാടിത്തുള്ളി പോരില്ല. എല്ലാം അതിൻ്റെ വശത്ത് അന്വേഷിച്ച ശേഷമാണ് അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളൊരു തീരുമാനം എടുക്കാറുള്ളൂ. അപ്പോൾ തങ്കച്ചിയും ചന്ദ്രയും പറയണത്, വെറുതെ സാർ ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ഈ സമയത്ത് സാർ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. അത് കേട്ടപ്പോൾ പോലീസ് പറയണേ, ഇത് എന്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്? അപ്പോൾ ചന്ദ്ര പറയും, ഒരു വക്കീൽ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. അതിന് ഇവൻ വക്കീലാണെങ്കിലല്ലേ ഇവിടെ ഉദ്ഘാടനം നടത്തേണ്ടതുള്ളൂ. ഇവൻ വക്കീലല്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി ചന്ദ്രയും തങ്കച്ചിയൊക്കെ ഞെട്ടിപ്പോവാണ്. എന്താ സാറേ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവൻ LLBക്ക് ചേർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവൻ പരീക്ഷ പാസ്സായിട്ടില്ല. ഇവൻ മറ്റൊരു വിഷ്ണുവിൻ്റെ നമ്പറും കാര്യങ്ങളും എടുത്തിട്ടാണ് ഇവൻ വക്കീൽ കോട്ടും ഇട്ട് ഇപ്പോൾ ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ചത്. പക്ഷേ ഇനി അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, വിഷ്ണു ഈ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അത് പിന്നെ ചന്ദ്ര എന്നങ്ങ് പറയട്ടോ. ആ ശരിയല്ല എന്നുള്ളത് ഇവനറിയാം. ഇവൻ അങ്ങനെ സത്യം പറയും. അങ്ങനെ ഇവനെ കൊണ്ടുപോകാൻ പോവാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതോടുകൂടി
പോലീസിനെ എതിർത്ത് വിഷ്ണു അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ്. വിഷ്ണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പോലീസിൻ്റെ മുന്നിൽ അങ്ങ് പുറത്ത് ചാടുകയാണ് ട്ടോ. അപ്പോഴത്തേക്കും പോലീസ് കണക്കിന് കൊടുത്ത ശേഷം ഇവനെ കൊണ്ടുപോ എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. ആ സമയത്ത് ചന്ദ്രയെ തന്നെ വിഷ്ണു നോക്കുകയാണ്. ഇനി ഇവനെ മറന്നേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വിഷ്ണുവിനെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സിദ്ധുവും ദേവിക അവിടെ നിന്നും പോകുന്ന സമയത്ത് ചന്ദ്ര പറയണ, ഒന്ന് അവിടെ നിന്നേ, എൻ്റെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. അപ്പോൾ സിദ്ധു പറയണ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ ചന്ദ്ര പറയുന്നത്? ഞങ്ങളാണോ വ്യാജ ഐഡി ഉപയോഗിച്ച് വക്കീലാവാൻ വേണ്ടി നോക്കിയത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ ചന്ദ്ര പറയുന്നത്? എന്നെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലെ ഈ വന്ന ആൾ ആരാണെന്നുള്ളതും അവൻ സത്യത്തിൽ വക്കീലാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ നീ ശ്രമിക്കാതിരുന്നത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അപ്പോൾ ദേവിക പറയണേ, കഷ്ടമുണ്ട് ചന്ദ്രേ. അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇവിടേക്ക് വന്നത് തന്നെ ഈ അറസ്റ്റ് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയല്ലേടി. എല്ലാം നിന്റെ ബുദ്ധിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരത്ത് അപ്പോഴേ പറഞ്ഞതാണ്, നിന്നെ ഇവിടെ കണ്ടപ്പോൾ എന്തെങ്കിലും കുരുഷ്ട് നീ ഒപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഞാനത് കേൾക്കാതിരുന്നത് എൻ്റെ തെറ്റാണ്. അപ്പോൾ ദേവിക പറയണേ, നീ എന്താ ചന്ദ്ര ഈ പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? ഞങ്ങളാണോ ഈ തെറ്റ് ചെയ്തത്? അവൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നീ അന്വേഷിക്കാതിരുന്നത് നിന്റെ തെറ്റല്ലേ? പിന്നെ നീ നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ഈ ഓഫീസ് നീ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിനക്ക് വേണ്ടിയുമല്ല, സിദ്ധുവിനെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റ വാശിയിലാണ്. അപ്പോഴും നീ ഒരു ന്യായവുമില്ലാതെ സിദ്ധുവിനെതിരെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നീ തന്നെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ദേവികയോട് ചന്ദ്ര പറയണേ, നീ വല്ലാതെ അങ്ങ് സംസാരിക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും തോറ്റു പോകാനൊന്നും പോകുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയുമില്ല. ഈ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ സിദ്ധു പറയണേ, ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതേ വാടക കൊടുത്ത് നീ തന്നെയാണ് മുടിയാൻ പോകുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, നമുക്ക് ആദ്യം സ്റ്റേഷനിലേക്കൊന്ന് പോയാലോ? വിഷ്ണുവിനെതിരെ കൊടുത്തിട്ടുള്ള പരാതി തെറ്റാണെങ്കിലോ, വിഷ്ണു ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലോ, ആദ്യം നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഇതെങ്ങാനും നുണയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ പിന്നെ ഞാൻ നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല എന്ന് ദേവികയോട് പറയുമ്പോൾ ദേവിക പറയും, നീ എന്തിനാ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിന്നെയല്ലേ വിഷ്ണു ചതിച്ചത്? വിഷ്ണു പരീക്ഷ എഴുതാതിരുന്നതും വിഷ്ണു പരീക്ഷയിൽ പാസ്സാവാതിരുന്നതും ഒന്നും ഞങ്ങൾ കാരണമല്ലല്ലോ. വേറെ ആരുടെയോ ഒരു വ്യാജ ഐഡി എടുത്ത് അവൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങിയതും അതും ഞങ്ങൾ കാരണമല്ലല്ലോ. നീയല്ലേ ഇതൊക്കെ അന്വേഷിക്കേണ്ടത്? നിന്നെയല്ലേ അവൻ പറ്റിച്ചത്, അല്ലാതെ ഞങ്ങളെ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളോട് വെറുതെ ദേഷ്യപ്പെടുന്നതിലും ഭേദം നീ സ്റ്റേഷനിൽ പോയിട്ട് അവനോട് ദേഷ്യപ്പെടാൻ നോക്ക്. അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ ശരത്തിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ തങ്കച്ചി ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവികയും സിദ്ധുവും തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് ദേവിക പരിഹസിച്ചുകൊണ്ട് പറയണേ, നല്ല രാശിയുള്ള കൈ തന്നെയാണല്ലോ തങ്കച്ചിയുടേത്. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതൊക്കെ അവരല്ലേ. ഞാനിതിൽ എന്ത് തെറ്റ് ചെയ്തു? അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് തങ്കച്ചി തന്നെയല്ലേ. തങ്കച്ചിയല്ലേ അവർക്ക് കാശ് കൊടുത്തതൊക്കെ. എത്ര കാശ് കൊടുത്തു? ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാനും എനിക്കറിയാം. അപ്പോൾ സിദ്ധു പറയണ, അല്ല ജയശങ്കർ സാറിനും തങ്കച്ചി തന്നെയല്ലേ കാശ് കൊടുത്തത്? അത് തിരിച്ചു കിട്ടിയില്ലേ? നീ എന്നെ പരിഹസിക്കുകയൊന്നും വേണ്ട. എനിക്കത് തിരിച്ചു വാങ്ങാനുള്ള കഴിവുമുണ്ട്. ഞാനത് വാങ്ങിച്ചിരിക്കും. അപ്പോൾ ദേവിക പറയണേ, നിങ്ങളും ഇതുപോലെ ഇനി അടുത്ത് തന്നെ അകത്താവും. എന്തിന്? അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഏതായാലും തങ്കച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്കൊക്കെ വന്നതല്ലേ, ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരിയ ശേഷം തങ്കച്ചി പോയാൽ മതി എന്നും പറഞ്ഞ് ദേവികയും സിദ്ധു അവിടെ നിന്ന് പോവാട്ടോ. അതൊക്കെ കാണുമ്പോൾ തങ്കച്ചിക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അവരുടെ മുന്നിൽ വീണ്ടും ഞാൻ തോറ്റു എന്നുള്ള ഭാവത്തിൽ. പിന്നീട് പ്രേമ ഈ സന്തോഷ വാർത്ത അച്ഛനോട് വന്ന് പറയുകയാണ്. അവരുടെ ഉദ്ഘാടനം നടന്നില്ല. ആ വിഷ്ണു വക്കീലൊന്നും ആയിരുന്നില്ലത്രേ അച്ഛ. അവൻ പരീക്ഷ പോലും പാസ്സായിട്ടില്ലായിരുന്നു അത്രേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ദേവികയും സിദ്ധുവുമാണെന്നുള്ളത് അവരറിയും. അതിന് ദേവികയും സിദ്ധുവാണെന്നുള്ളത് അവർക്ക് അറിയൊന്നുമില്ല അച്ഛ. പക്ഷേ അവർക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ കഴിഞ്ഞു. എനിക്കത് കഴിഞ്ഞില്ല. എനിക്ക് പോയാൽ മതിയായിരുന്നു. അതിന് നീ അവരെ പോലും പോവാതിരിക്കാനല്ലേ നീ ശ്രമിക്കുമായിരുന്നു. അതങ്ങനെ തന്നെയാണ്. ഞാൻ അവരെ പോലും വിടില്ലായിരുന്നു. ഞാൻ അവരവിടേക്കാണ് പോണത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്തായാലും ഇതിപ്പോൾ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയട്ടോ. അപ്പോൾ നീ വല്ലാതെ സന്തോഷിക്കേണ്ട. സിദ്ധുവും ദേവികയാണ് ഇതിൻ്റെ പിറകിലെന്ന് അറിഞ്ഞാൽ അവർ പിന്നെ വെറുതെ വിടില്ല അവരേനെ. അതൊന്നുമില്ല അച്ഛ. കോടതിയെ പറ്റിച്ച കേസാണ്. ആ വിഷ്ണു എന്തായാലും പുറം ലോകം കാണാൻ ഇനി കഴിയില്ല. അവന് ജാമ്യം കിട്ടാനൊന്നും സാധ്യതയില്ല. പിന്നെ സിദ്ധു എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാവും അച്ഛ ഇതിനൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് അച്ഛൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഇത്രയും കാലം അവരുടെ ആയിരുന്നു. ഇനി മുതൽ നമ്മുടെ കാലമാണ്. ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ കാലമാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രേമ നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. പിന്നീട് ശരത്തും ചന്ദ്രയും കൂടി സ്റ്റേഷനിലേക്ക് വരികയാണ്. ആ വന്നോ, നിന്നെയും ശരിക്കും കൂട്ടുപ്രതി ആക്കേണ്ടതാണ്. പക്ഷേ നീ ഒരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്. അത് പിന്നെ സാർ എനിക്കറിയില്ലായിരുന്നു വിഷ്ണു വക്കീലല്ല എന്നുള്ളത്. കോടതിയിൽ
കയറി ജാമ്യത്തിലെടുത്ത് കൊണ്ടുപോയില്ലേ, ആ ജാമ്യം പോലും റദ്ദാക്കേണ്ടതാണ് ശരത്തിൻ്റെ. പക്ഷേ നിന്റെ പേരിലാണ് വക്കാലത്ത് ആയതുകൊണ്ട് മാത്രമാണ് ശരത്തിന് ജാമ്യം റദ്ദാക്കാത്തത്. എന്തായാലും ഇപ്പോൾ വന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്തു നിന്നൊന്നും ഒരു സഹായവും ലഭിക്കില്ല. ഇവനെ പോലെയുള്ളവരൊക്കെ വെറുതെ വിട്ടാലേ ഈ ലോകം തന്നെ മുടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പോവും. അയ്യോ സാർ, എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണം. ആ, അതിന് കുഴപ്പമില്ല, നിങ്ങൾ പോയി സംസാരിച്ചോളൂ. അങ്ങനെ വിഷ്ണുവുമായിട്ട് ചന്ദ്ര സംസാരിക്കുകയാണ്. അപ്പോൾ എന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴിയൊക്കെ നീ തന്നെ നോക്കണം, അല്ലാതെ എന്നെ അകത്തിടാൻ നോക്കരുത്. ഇല്ല, എന്നോട് ഈ ചതി ചെയ്തതിന് ഞാൻ വിഷ്ണുവിനോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീ ക്ഷമിച്ചില്ലെങ്കിൽ നീയും അകത്താവും. നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ. ഞാനും നീയും തമ്മിൽ ബന്ധം ഒരിക്കലും അറുത്ത് മാറ്റാൻ കഴിയാത്ത ബന്ധമാണ്. അതുകൊണ്ട് നീയാണ് ഇതിനൊക്കെ എനിക്ക് ഒത്താശ ചെയ്തു തന്നത് എന്ന് ഞാനങ്ങ് പറയും. അതോടുകൂടി നീയും ഞാനും ഒരുപോലെ അകത്താവും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ. പിന്നെ നമ്മൾ തമ്മിലുള്ള കരാർ എന്താണെന്നുള്ളത് നിനക്കറിയില്ല. ആ കരാറും ഞാൻ അങ്ങ് വെളിപ്പെടുത്തും. അതോടുകൂടി നിൻ്റെയും എൻ്റെയും ജീവിതം നശിക്കും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നീ തീരുമാനിച്ചോ. എന്നെ ഇപ്പോൾ സഹായിക്കാൻ നീ മാത്രമാണുള്ളത്. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള എല്ലാ വഴികളും നീ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചന്ദ്രയെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. അതോടുകൂടി ചന്ദ്രയ്ക്ക് പിന്നെ വിഷ്ണുവിനെ കൈവിടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരികയാണ്. ഇനി വിഷ്ണുവിൽ നിന്നും ചന്ദ്ര ഗർഭിണിയായിട്ടുണ്ടാവും. അതിന് സിദ്ധുവിൻ്റെ തലയിൽ വെക്കാനുള്ള ആ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ പിന്നീട് പറയാം. അങ്ങനെ ചന്ദ്ര സ്റ്റേഷനിൽ നിന്ന് പോവാണ്. വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. വിഷ്ണു പറഞ്ഞതുപോലെ എന്നെയും ഇതിൽ അവൻ കൊടുക്കും. അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിത്യയും ദേവികയും മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ ചൊറിച്ചിലാണെങ്കിൽ മാറിയിട്ടില്ല. അപ്പോൾ പാർവതി പറയണ, അമ്മയ്ക്ക് ഇങ്ങനെ അലർജി ഒന്നും ഉണ്ടാവാത്തതല്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റിയതാണോ, ഇനി വല്ല ഭക്ഷണത്തിൽ നിന്നോ ആണോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവിക പറയണം, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം മുത്തശ്ശി, ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അപ്പോൾ പാർവതി പറയും, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മുത്തശ്ശി പറയണേ, എനിക്ക് അങ്ങനെ അലർജി ഒന്നും ഇല്ലാത്തതാണ്. അപ്പോഴൊക്കെ നിത്യ ശ്രദ്ധിക്കുന്നുണ്ട്, മുത്തശ്ശി ചൊറിയുന്നത് കഴുത്തിലും സ്വർണം ഇട്ട ആ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ അത് മുക്കുവണ്ടത്തിൻ്റെ അലർജിയാണ് എന്നുള്ള കാര്യം നിത്യയ്ക്ക് ഇനി മനസ്സിലാവാം കേട്ടോ. അങ്ങനെ നിത്യയാണ് ഇനി മുത്തശ്ശിയോട് ആ മാലയും വളയും ഒന്ന് ഊരി വെച്ച് നോക്ക് കുറച്ച് നേരത്തേക്ക്, എന്നിട്ട് മുത്തശ്ശിക്ക് ചൊറിച്ചിൽ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിത്യ ഇനി മുത്തശ്ശിയെ കൊണ്ട് ആ മാലയും വളയൊക്കെ ഊരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.